പ്രസ് ചെയ്ത് കൊടുക്കണം. രണ്ടുപേരുണ്ടെങ്കിൽ സ്പീഡ് ചെയ്യാം. ഞാൻ ക്യാമറയിൽ പിടിക്കുന്നു, കുക്ക് ചെയ്യുന്നു, എല്ലാം ഭയങ്കര അപകടം പിടിച്ച പണിയാണ്. എണ്ണയൊന്നും നമ്മുടെ ശരീരത്തിൽ തെറിക്കരുത്. അപ്പം ഞാനിതെല്ലാം ചുട്ട് ഫ്ലെയിം കൂട്ടുക, കുറയ്ക്കുക, അതെല്ലാം ചെയ്യുക. തിരിച്ച് തന്നെ മറിഞ്ഞോളും. അതിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. അത് ചെറുതായത് അല്ലെങ്കിൽ അത് ഫ്രൈ ആയി കഴിയുമ്പോൾ മറിഞ്ഞോളും. അപ്പോൾ സിമ്മ് കുറയ്ക്കുക. ഇതിൻ്റെ പുറത്തിങ്ങനെ ഈ തവിയിൽ പുറത്തിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി അതിനൊരു ഇതായിരിക്കും. പൊങ്ങി വരുന്നത്. സിമ്മ് കൂട്ടിയതിന് ശേഷം നമ്മൾ പൂരി എടുക്കുക. ഓക്കെ, പൂരിയുടെ മാവ് ഞാൻ ഇന്നലെ കുഴച്ച് വെച്ചതാണ്. ഇന്നലെ അതായത് 3 കപ്പ് ഗോതമ്പ് മാവും 1 കപ്പ് റവയും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചതാണ്. എന്നിട്ട് ഇന്നലെ എനിക്കത് വേണ്ടി വന്നില്ല. മോൻ ഓട്സാണ് കഴിച്ചത്. അപ്പം എനിക്ക് പൂരി ഉണ്ടാക്കേണ്ടി വന്നില്ല. അപ്പം ഞാൻ ഈ മാവ് അതുപോലെ ഒരു പ്ലാസ്റ്റിക് ഒരു ഇതിനകത്തോട്ട് വെച്ചിട്ട് ഞാൻ അടച്ച് ഫ്രീസറിലല്ല, മേളിൽ വെച്ചു. നോർമൽ മേളിൽ വെച്ചു, ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രീസറിലല്ല വെച്ചത്. എന്നിട്ട് രാവിലെ കുറച്ച് നേരം എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം അപ്പോൾ ഈ മാവ് സെറ്റായി. അപ്പോൾ ഞാനത് നോർമലി നമ്മൾ പൂരി ഉണ്ടാക്കാനായിട്ട് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുകയാണ്. ഈ മാവ് കുഴച്ചപ്പം ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്താണ് കുഴച്ചത് കേട്ടോ. അപ്പം അത് നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര മണമാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിന് ഉള്ള പൂരി, ഞാനിവിടെ ചെറിയ പൂരിയാണ് ഉണ്ടാക്കുന്നത്, ഉരുട്ടി എടുക്കണം. ഓക്കെ, താഴെ ഓരോ പ്ലാസ്റ്റിക് കവറുകൾ വെച്ചിട്ട് ഞാൻ പൂരിയുടെ മാവ് പരത്തിയെടുക്കാൻ പോവുകയാണ്. ഓക്കെ, കുഞ്ഞു പൂരിയായിട്ട് ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. സൺഫ്ലവർ ഓയിലൊക്കെയാണ് നല്ലത് നോർത്ത് ഇന്ത്യൻ ഇതൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അടുത്തായിട്ട് നോക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ പൂരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് താഴോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല പൊള്ളച്ച് വരും. കണ്ടോ? അത് കഴിഞ്ഞിട്ട് തന്നെ അങ്ങ് മറിഞ്ഞോളും. പൊള്ളച്ച് വന്നതിന് ശേഷം താനെ മറിഞ്ഞതിന് ശേഷം നമ്മൾ തീ കുറച്ചിട്ട് കൊടുക്കണം. തീ കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ മറിച്ചിട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എടുക്കണം. അപ്പോൾ നല്ല എണ്ണയൊക്കെ നല്ല തോർന്ന് വരും. ഓക്കെ, ഇത് ചൂടോടുകൂടി തന്നെ കുട്ടികൾ വന്ന് കഴിക്കാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചൂടോടുകൂടി ഇങ്ങനെ ചുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്ര കഴിക്കുമെന്ന് തന്നെ അറിയില്ല. കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണത്. ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം സിമ്മിലാക്കി കൊടുക്കണം. തീ കുഴപ്പമൊന്നുമില്ല. ആ ഒരു കൺസിസ്റ്റൻസി ഇതാക്കുന്നത്. പക്ഷേ ചൂടോടെ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നല്ല ഇതായിട്ട് കിട്ടുന്നത്. കുറേ കഴിയുമ്പോൾ അത് ചൂട് പോകുമ്പോഴത്തേക്കും അത് പോകാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചൂടോടുകൂടി ചുട്ട് കൊടുക്കുക. ഓക്കെ.